അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. ഇതാ അല്ലാഹുവിന് പുറമെ ചിലരോട് ചിലർ ഇതാ പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. എല്ലാ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുടെയും ഒരു ഗുണമാണത്. അവർക്ക് സ്വന്തമായി ഉപകാര ഉപദ്രവങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നവരല്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവരാ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നതായിട്ട് അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നു, വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. ഈ പറയുന്ന ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകുമെന്നുള്ളതാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എന്ന് സഹോദരങ്ങളെ മക്കയിലെ മുശ്രിക്കുകളുടെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. നമ്മളാരും കെട്ടിയുണ്ടാക്കിയതല്ല. നമ്മളാരും അവരുടെ വിശ്വാസം ഏതെങ്കിലുമൊക്കെ പാളക്കിതാബിൽ നിന്നും ചരിത്രം അങ്ങനെയൊക്കെ കോട്ടിമാട്ടി കൊണ്ടുവന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ആയത്തിന് എന്തു വിശദീകരണം നിങ്ങൾക്ക് നൽകാനുണ്ട്? മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചത് വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി നൽകും എന്നാണ് ഇവർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇടയാളന്മാരെ സ്വീകരിക്കണമെന്ന് പറയുന്ന ആളുകളോടുമുള്ള ചോദ്യമാണ് റബ്ബിൻ്റെത്. ഖുൽ, പറയുക, അതുനബ്ബിഊന അല്ലാഹ് ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ ഇല്ലാത്ത ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇങ്ങനെ ചില ശുപാർശകരോട് പ്രാർത്ഥിക്കണം, എന്നിട്ട് ആ ശുപാർശകർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം ആകാശഭൂമികളിൽ ഇല്ല. അങ്ങനെ ഒരു കാര്യം അത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇവർ ഈ ചെയ്യുന്ന ശിർക്കിൽ നിന്നും അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിന് ഇങ്ങനെ ഇടയാളന്മാർ ആവശ്യമില്ല, ശുപാർശകർ ആവശ്യമില്ല. അടിമകളെ നേരിട്ടറിയുന്ന റബ്ബാണവൻ. അവനോട് ഈ രൂപത്തിലാണ് ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ആരാണ് ഉണ്ടാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ.